നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2 ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് റംസാൻ മാസമാണ്, വിശുദ്ധ റംസാൻ മാസമാണ്. അതേപോലെ ക്രൈസ്തവരുടെ വലിയ നോയമ്പ്. ഇപ്പം ആ വീഡിയോയ്ക്കകത്ത് അവസാനം ഞാൻ ഒരു പരാമർശം നടത്തി. എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെ റംസാൻ മാസത്തിൽ പള്ളികളിൽ നമാസും പ്രാർത്ഥിക്കാനും നോമ്പ് മുറിക്കാനും, അതായത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വരുമ്പോഴും അറ്റ്ലീസ്റ്റ് ആ മാസത്തിലെങ്കിലും ബോംബ് പൊട്ടാതെ കാത്തുകൊള്ളണമേ എന്നായിരിക്കണം മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞില്ല, പാകിസ്ഥാനിൽ 2 ഭാഗത്ത് 2 സൂയിസൈഡ് ബോംബേഴ്സ്, അതായത് അവരുടെ അന്നത്തെ ഡേ ബ്രേക്ക് കഴിഞ്ഞിട്ട്, അതായത് നോയമ്പ് മുറിക്കാൻ വേണ്ടി പട്ടാള ക്യാമ്പിനകത്തുള്ള പള്ളിയിൽ പോയ സമയത്ത് സൂയിസൈഡ് സുന്നി വിഭാഗക്കാരായ പാകിസ്ഥാൻ താലിബാൻ്റെ വേറൊരു ഘടകം, അവരും നോമ്പെടുത്തിട്ടാണ് വരുന്നത്. അവിടെ പള്ളിയിൽ ബോംബ് പൊട്ടിച്ചു. എൻ്റെ ആ വീഡിയോ 1-2 സുഹൃത്തുക്കൾ എനിക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നത് തന്നെയാണ്, ഫേക്ക് ഒന്നുമല്ല, ഒറിജിനൽ തന്നെയാണ്. അവിടെ ചാനലിൽ വന്ന വീഡിയോ അയച്ചു. ഹൊറിബിൾ കാഴ്ച. കാരണം പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് വന്നിട്ട് അവരെ അതേപോലെ നോയമ്പെടുത്ത് വന്ന മതതീവ്രവാദികൾ, സുന്നി വിഭാഗക്കാർ അവരെ പൊട്ടിച്ചു. ഇതിനകത്ത് നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പം എനിക്ക് ഈ പറയുന്ന സുഡാപ്പികളും ഹമാസിൻ്റെ ആരാധകന്മാരും ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന മുസ്ലിം സഹോദരൻ പറഞ്ഞതാ, ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ കണ്ടന്റിൻ്റെ അകത്ത് എവിടെയാണ് തെറ്റ്? കാരണം ഇത് വ്യക്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. പോയത് സുന്നി പള്ളിയിൽ, സുന്നി വിഭാഗക്കാരുടെ പള്ളി. അവിടെ ബോംബ് പൊട്ടിച്ചത് പാകിസ്ഥാൻ താലിബാൻ സുന്നി വിഭാഗക്കാരൻ. 2 കൂട്ടരും നോയമ്പെടുത്തിരുന്നു. അപ്പം എവിടെയാണ് തെറ്റ് പറ്റിയത്? കാര്യമായ തെറ്റുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന വിശുദ്ധ മാസത്തിലെങ്കിലും ബോംബ് പൊട്ടിക്കാതെ ഈ പള്ളിക്കകത്ത് കയറി എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് പൊട്ടിച്ചത്? എത്ര ശത്രുതയാണെങ്കിലും ആ ശത്രുത ഇല്ലാതെ പോകുന്നതാണ് ബേസിക്കലി ഒരു വിശുദ്ധ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ പൊട്ടിച്ച ബോംബും ഈ പാപം പിടിച്ച ആൾക്കാർ, പട്ടാളക്കാരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഏകദേശം 18ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു. പട്ടാളക്കാർ ഏകദേശം 6-7 പേര് കൂടെ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ ലേറ്റസ്റ്റ് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുക. ഏകദേശം 40ഓളം പേര് സീരിയസ്ലി ഇഞ്ചേർഡായി, കുട്ടികൾ ഉൾപ്പെടെ. അവരെന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ എന്നെ വന്ന് തെറി വിളിക്കുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ എൻ്റെ വീഡിയോയുടെ താഴെ. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവരെന്തോ അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കാൻ വന്നു. ഈ കൊച്ചു കുട്ടികളും അവിടെ പ്രാർത്ഥിക്കാൻ വന്ന പാകിസ്ഥാൻ ആ പള്ളിയിൽ വന്നവർ, അത് മുസ്ലിം മോസ്കിൽ വന്നവർ, അവരെന്താ ജൂതന്മാരായിരുന്നു? അവരെന്താ എതിർക്കുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളായിരുന്നു? RSSകാരായിരുന്നു? അവരാരായിരുന്നു? നിങ്ങളുടെ മതവിഭാഗക്കാർ, നിങ്ങളുടെ മതത്തിലെ അതേ രീതിയിൽ വിശ്വസിക്കുന്നവർ. അപ്പുറത്തും അതേ രീതിയിൽ സുന്നി വിഭാഗക്കാർ വിശ്വസിക്കുക. ശരിയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം ചില കാര്യങ്ങളിൽ. കാരണം ഫോർ എ ടൈം ബി മനുഷ്യത്വമല്ല ഇവിടെ ഒന്നും. ഇവിടെ നിങ്ങൾ കാരുണ്യം എന്ന് പറയുമ്പോൾ ഇതിലെവിടെയാണ് കാരുണ്യം? ഇവിടെ എവിടെയാണ് മനുഷ്യത്വം? ഇവിടെ എവിടെയാണ് മനുഷ്യ സ്നേഹം? അവിടെ മതമെല്ലാം മാറ്റിവെക്കുക. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പ്രയറിന് വരുന്ന അവരെ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യാൻ, സോ ഹൊറിബിൾ. ഇതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. അത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന സുഡാപ്പികൾക്കും ഈ മത തീവ്രവാദികൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെപ്പോലുള്ള സാധാരണക്കാരനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ആ റംദാൻ മാസമെങ്കിലും ഇത് മാറ്റിവെക്കുക. അതാണല്ലോ പറയുന്നത്. ഈ പള്ളിയിലുള്ള വാങ്കുകൾ, ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ കേൾക്കുന്നതാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതിന്. ഈ മത തീവ്രം ഒരു ബന്ധവും ഇല്ല. ഇവരുടെ അജണ്ട അറിയത്തില്ല, എനിക്കറിയില്ല. ഇതിനകത്ത് എവിടെയാണ് ഇവർ ഈ പറയുന്ന പൊട്ടിച്ച്
സ്വർഗത്തിൽ അതേപോലെ അതേ മാസത്തിൽ അതേ രീതിയിൽ അതിൻ്റെ അവരുടെ ആൾക്കാരെ അതേ നിസ്കാരവും അതേ മതവിശ്വാസവും അതേ വിശ്വാസത്തിൽ പോകുന്നവരെ കൊന്ന് എവിടെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? അൺഇമാജിനബിൾ, ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത്. അപ്പം അവരുടെയൊക്കെ ഇന്നത്തെ പാകിസ്ഥാൻ പല പത്രങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഉറുദു പത്രത്തിൽ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കി. ഒരിക്കലും അത് വായിച്ച കാരണം ഇന്ത്യയിലെ റിപ്പോർട്ടിൽ നിന്ന്, കാരണം ഇന്ത്യക്കാരിത് പൂർണ്ണമായിട്ടും മടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ പത്രങ്ങളെ ചെറിയൊരു കോളം വാർത്ത. അപ്പോൾ പാകിസ്ഥാൻ പത്രങ്ങളിൽ തന്നെ എടുത്ത് ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് ആലോചിക്കുക, 2 ദിവസം മുമ്പാണ് ഞാനിത് പറഞ്ഞ് പാകിസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത് തന്നെ ഉണ്ടായി. വേറെ ആരെയല്ല, സുന്നി വിഭാഗക്കാരെ, മതവിഭാഗക്കാരെ, സെയിം വിശ്വാസം, സെയിം സഹോദരങ്ങൾ, അവരെ തന്നെ. കാര്യമായ പ്രശ്നമുണ്ട്. എന്തു പറഞ്ഞാലും ഈ പറയുന്ന കേരളത്തിൽ ഉസ്താദും എന്നെ തെറിവിളിക്കുന്ന ഉസ്താദുമാരാണെങ്കിലും, അതെൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്ന് തെറിവിളിക്കുന്ന ഉസ്താദുമാരാണെങ്കിലും, എന്നെ കൃസംഗി എന്ന് വിളിക്കുക, എന്ത് വിളിച്ചാൽ ഇതിന് ഉത്തരം എന്താ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇത് കൾച്ചേർഡാണോ, ബോധമുള്ളവരാണോ ഇത് ചെയ്തത്? അത് വെറും ബോധമില്ലാത്ത മൃഗതുല്യരാണോ ഇത് ചെയ്തത്? എല്ലാ വർഷവും ഇത് നടക്കുന്നു. ഇതിങ്ങനെ ഈ മാസത്തിൽ, വിശുദ്ധ മാസത്തിന് എന്ത് പ്രത്യേകതയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ കൊന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗം കിട്ടും എന്നുള്ള ധാരണ ആരാണ് ഇവരിൽ ഇഞ്ചക്ട് ചെയ്തേക്കുന്നത്? സ്വന്തം വിശ്വാസികളെ. അതേ ഹോളി മാസം, വിശുദ്ധ മാസത്തിൽ. ഇതാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സംഭവം. എവിടെയോ കാര്യമായ തെറ്റി. ആ തെറ്റാണ് ഈ ലോകം മുഴുവൻ അനുഭവിക്കുന്നത്. കാരണം ഒരു സമയം പോലും കളയുന്നില്ല. അതിനെ നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് ഇതാണ് വലിയ സംഭവം, ഇതാണ് വലിയ വിശ്വാസം, ഇതാണ് സ്വർഗം എന്നൊക്കെ പറയുന്ന നിങ്ങളിത് പറയുമ്പം ഇത് സാധാരണക്കാരന് ബോധം വരുന്നു, നീയൊക്കെ ഊളയാണ്. കാരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് റോഡുകൾ ബോംബ് വെക്കുന്നു, വണ്ടി കൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു, മാർക്കറ്റ് പ്ലേസിൽ തകർക്കാൻ ശ്രമിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ വെറുക്കുന്നത്. ഇതാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല, ഇത് ലോകത്ത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്ത് ഇവരെ ഇൻസ്പയർ ചെയ്ത് മതവിശ്വാസത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇൻസ്പയർ ചെയ്ത് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. നിങ്ങൾക്ക് ഇതിനകത്ത് മാറിപ്പോകാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അതേപോലെ എഡ്യൂക്കേഷൻ, അതേപോലെ മദ്രസ പഠനമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇന്തോനേഷ്യ നോക്കി പഠിക്കണം. ഇവിടെയാണ് എന്താണ് സൗദി അറേബ്യയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ, എന്താണ് UAE കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യലായിട്ടുള്ള തെളിവുകൾ. ഓരോന്നായിട്ട് പറയുമ്പോൾ ഓരോ രാജ്യത്ത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ അതുപോലെ ഉൾക്കൊള്ളുവാൻ കേരളത്തിലെ സുഡാപ്പികൾക്ക്, ഈ മത തീവ്രവാദികൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കഴിയുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞ ഡാം ഫെയിലിയർ. ഇതെനിയെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകൂ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.